പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു നിമിഷം വരുവാൻ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. നമുക്കൊരു വചന ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 23 അധ്യായം എടുക്കാം. അതിൽ പരീശന്മാരെയും കപടഭക്തിക്കാരെയും ശാസ്ത്രിമാരെയും നോക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. യേശുവിൻ്റെ കൂടെ അനുഗമിച്ച ഒരു കൂട്ടത്തെ യേശുവിനെ വിമർശിക്കുകയും കൂടെ നടന്ന് മറ്റുള്ളവരെ വഴിതെറ്റുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തെ നോക്കിയിട്ടാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ കടക്കുന്നുമില്ല, സ്വർഗരാജ്യത്തിൽ കടക്കാൻ പോകുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല. ആ തിരുവെഴുത്താണ് നാം വായിച്ചത്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തെയും തിരുവെഴുത്തുകളെയും യേശു ക്രിസ്തുവിനെയൊക്കെ നമുക്ക് പൂർണ്ണമായും ഒരു പൊട്ടനെ പോലെ ഒരു പൊട്ടിയെപ്പോലെ ഏവർക്കും വിശ്വസിക്കാം. അത് വിശ്വാസയോഗ്യമാണ്. എന്നാൽ ഇതേ തിരുവെഴുത്തും യേശുവിൻ്റെ നാമവും പറഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് അവകാശപ്പെടുന്ന ഒരുത്തരെയും നമുക്ക് 100% നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. വചനം തന്നെ പറയുന്നു, മൂക്കിൽ ജീവശ്വാസമുള്ള ഒന്നിനെയും വിശ്വസിച്ച് പോകരുതെന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഒട്ടനവധി പേർ യേശുവിൻ്റെ അടുക്കൽ വന്നു ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ മത്തായി 14:35 ഇപ്രകാരം പറയുന്നു: അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ അടുക്കൽ വന്നവർ എല്ലാം രോഗികളും ഞെരുക്കമുള്ളവരൊക്കെയാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്. എന്നാൽ യേശുവിൻ്റെ ആ കാലത്തും അന്ന് രോഗസൗഖ്യം കൊടുക്കുവാൻ വൈദ്യന്മാരും മന്ത്രവാദികളും ആഭിചാരകന്മാരും ഒട്ടനവധി മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു, പൂർണ്ണ വിടുതൽ പ്രാപിച്ചു പോയി. പിന്നെ ഒരു മന്ത്രവാദിയുടെ വൈദ്യൻ്റെ അടുക്കൽ പോകാൻ പറ്റില്ല. കാരണം പൂർണ്ണമായ സൗഖ്യം ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് കാണുന്ന സൗഖ്യങ്ങളും വിടുതലുകളും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണോ അതേ മറ്റു മന്ത്രവാദികളും ആഭിചാരകന്മാരും ചെയ്യുന്നത് പോലുള്ള അവരുടെ ആത്മാക്കളിൽ നിന്നാണോ വരുന്നതെന്ന് ദൈവമക്കളായിരിക്കുന്ന നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനാകായാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് ദൈവികമായ ഒരു പരിജ്ഞാനമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ നടത്തിപ്പുകാരനോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ ഉപദേശിക്കാനൊക്കെ വരുന്നവർ ദൈവത്തിൻ്റെ ദാസന്മാരാണോ അത് മറ്റ് പൈശാചികമായ ദുരാത്മാവിൽ കൊണ്ട് നടക്കുന്നവരെന്ന് ഞാനെത്താൻ നോക്കണം. അത് ഒരു വൃക്ഷത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമേ വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം വേണമെങ്കിൽ അത് നമുക്ക് ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പുസ്തകം വായിച്ചത് കൊണ്ടോ ആരുടെയെങ്കിലും ചോദിച്ചറിഞ്ഞെന്നും നമുക്കിത് തിരിച്ചറിയാനുള്ള ജ്ഞാനവും അറിവും കൃപയൊന്നും കിട്ടത്തില്ല. ഇവിടെ വേദപുസ്തകം പറയുന്നു, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ മാത്രമേ നമുക്ക് വിവേചിച്ച് തിരിച്ചറിയുവാനുള്ള, നമുക്ക് അകന്നിരിക്കേണ്ടത് അകന്നിരിക്കുവാനും നമുക്ക് ചേർന്ന് നടക്കാനും കഴിയത്തുള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഒരു ക്രിസ്ത്യാനിയായി ആത്മീയ ജീവിതവും ഈ ലോകത്തിലെ ഭൗതിക ജീവിതവും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, സ്വർഗരാജ്യത്ത് പോകുവാനാണ് നിങ്ങളൊരു ക്രിസ്തീയ ജീവിതം വേഷമിട്ടിറങ്ങിയിരിക്കുന്നെങ്കിൽ, ഞാനൊന്ന് പറയട്ടെ, വേദപുസ്തകത്തിലെ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം. അല്ല എങ്കിൽ ആരുടെ ഉപദേശത്താലോ ഒന്നിലും ആർക്കും നിത്യരാജ്യത്ത് കടക്കാൻ കഴിയത്തില്ല. അതൊരു വ്യവസ്ഥയാണ്. ട്രെയിൻ പാളത്തിൽ കൂടി മാത്രമേ പോകത്തുള്ളൂ. മറ്റുള്ള വാഹനങ്ങളെല്ലാം പല റോഡിൽ കൂടെയും ഏത് റോഡിൽ കൂടെയും പോകും. എന്നാൽ ട്രെയിൻ പാളത്തിൽ കൂടെ മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ നിത്യരാജ്യത്ത് എത്തണമെങ്കിൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം മാത്രമേ പോവുകയുള്ളൂ. ഇവിടെ നമ്മൾ എണ്ണ പല പാത്രങ്ങൾ ഒഴിക്കുമ്പോൾ എണ്ണയുടെ അളവ് കുറഞ്ഞു വരുന്നത് പോലെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം തുടങ്ങിയ ഓരോ ശുശ്രൂഷകളിലും ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വരുന്ന പരിഷ്കാരങ്ങൾ അനുസരിച്ച് വേദപുസ്തക സത്യങ്ങൾ, ഉപദേശങ്ങൾ തൻ്റെ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ പലതിലും കുറവ് വന്നിരിക്കുന്നു. ഈ എണ്ണ പല പാത്രങ്ങളിൽ പാരുമ്പോൾ കുറയുന്നത് പോലെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നത് നാം തിരിച്ചറിയണം. ഒത്തുകൂടുന്ന വിശ്വാസികളുടെ നിലനിൽപ്പിന് വേണ്ടിയും അല്ലെങ്കിൽ കൂട്ടായ്മയുടെ നിലനിൽപ്പിനെ ഓർത്തും ഇന്ന് സ്വവർഗ വിവാഹങ്ങൾ മൗനമായി അനുവദിക്കുന്നു.
ഏത് ഭാര്യയെയും ബോധിച്ച ഏത് ഭാര്യയും ഭർത്താവിനെയും വെച്ചുകൊണ്ടിരിക്കുവാനും മൗനവാദം കൊടുക്കുന്നു. അതുപോലെ സ്ത്രീയുടെ വസ്ത്രമെന്നോ പുരുഷൻ്റെ വസ്ത്രമെന്നോ ഇല്ല വ്യത്യാസമില്ലാതെ ധരിക്കുന്നു. തോന്നിയതുപോലെ മുടി വെട്ടുകയും ചായം തേക്കുകയും ബോധിച്ചതുപോലെ നടക്കുന്നു. സകലതും വചനവിരുദ്ധമായ കാര്യങ്ങൾ. സ്തോത്രം. ഇന്ന് ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള വാദ്യോപകരണ മുമ്പിൽ സുബോധമില്ലാതെ തുള്ളിച്ചാടി ആരാധിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം വേദപുസ്തകം സ്പഷ്ടമായി പറയുന്നു, അശുദ്ധിയിൽ ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കുകയില്ല. ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവസാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ യോശുവ 7:12 പറയുന്നു, ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് മുമ്പ് പുറങ്കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്ന ജനം, അതായത് ആഹാൻ, പൊന്നും വെള്ളിയും മോഷ്ടിച്ച് ദൈവത്തോട് പാപം ചെയ്തു. ശപഥാർപ്പിതമായ വസ്തു ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടും അത് എടുത്ത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അത് മറവ് ചെയ്ത് ദൈവസന്നിധിയിൽ വന്ന് നിന്നു. എന്നാൽ യോശുവയുടെ മുന്നിൽ വന്ന് നിന്നു. അതുകൊണ്ട് ഹായ് പട്ടണം പിടിക്കുവാൻ ദൈവം അവരോട് കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ തോറ്റോടി. അവരിൽ 36 പട്ടുപോയി. അപ്പോൾ ദൈവം യോശുവയ്ക്ക് വെളിപ്പെടുത്തിയതാണ്, നിങ്ങളുടെ കൂടെ പാപം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒത്തുകൂടുമ്പോൾ നമ്മുടെ കൂടെയിൽ പലവിധ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. പാപികളായ പലരും, ഞാൻ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പാപികൾ മറ്റുള്ളവരെ പറ്റിച്ചും വസ്തുക്കൾ തട്ടിയെടുത്തും സഹോദരങ്ങളോട് മറുതല കാണിച്ചും മാതാപിതാക്കളെ സ്നേഹിക്കാതെയും അവരെ ഇരുട്ട് മുറിയിലിട്ടും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാതെയും, അതായത് വചനവിരുദ്ധമായ സകല കാര്യങ്ങളെയും കഴിച്ച് നാം ചെന്ന് ഈ തുള്ളിച്ചാടുന്നത്, അന്യഭാഷികൾ ആരാധിക്കുന്നത്, പാട്ട് പാടുന്നത്, സകലതും ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് ജാതികളുടെ ഇടയിൽ പറയാൻ കഴിയും. ദൈവത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ കഴിയത്തില്ല. നാം ദൈവം കൽപ്പന പ്രകാരം അല്ല ജീവിക്കുന്നുവെങ്കിൽ, തോന്നിയതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, സമൂഹത്തിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു മാന്യത കിട്ടും. നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്നും നല്ലൊരു ദൈവവിധലാണെന്നൊക്കെയും സമൂഹം പറയും. നാം മരിച്ചു കഴിഞ്ഞാലും വാനോളം പുകഴ്ത്തി നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷയും നമുക്ക് ലഭിച്ചു വന്നിരിക്കും. എന്നാൽ കാഹളം കേൾക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും ഇവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈയോ പറഞ്ഞതുപോലെ ഞാൻ ദേഹസഹിതനായ യേശുവിനെ കാണും. അതുപോലെ ഒരു ഉറപ്പ് നമുക്ക് ഭൂമിയിലായിരിക്കുന്ന ആയുസ്സിൽ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം വേദപുസ്തക വ്യവസ്ഥ പ്രകാരം നാം ജീവിക്കണം. അതാരെങ്കിലും പറയുന്നതോ ഉപദേശിക്കുകയും കേട്ടില്ല. തിരുവെഴുത്തുകൾ വായിച്ചു പഠിച്ച് ഗ്രഹിച്ച് ശരിയാവണ്ണം വേദപുസ്തക പ്രകാരം നാം ഓരോരുത്തരും ജീവിക്കണം. ബെരോവയിലെ വിശ്വാസികളെപ്പോലെ അതങ്ങനെ തന്നെയോ എന്ന് അനുദിനം നമ്മൾ ശോധന ചെയ്യണം. അല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആത്മാവില്ലാതെ ഈ ലോകത്ത് നമ്മൾ 20, 30, 40 വർഷം ഒരു നല്ലൊരു ആത്മീയനായി നമ്മൾ ശുശ്രൂഷ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയായി ജീവിച്ചിട്ട് നിത്യരാത് നഷ്ടപ്പെടുത്തുന്നതിന് ദൈവം കാരണക്കാരനല്ല, വേദപുസ്തകം കാരണക്കാരനല്ല. അതുകൊണ്ട് ഈ ചെറിയ സന്ദേശം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മളെ ഇന്ന് വരെ നമ്മൾ ശോധന ചെയ്യുക. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു.